ഇന്ന് മലയാളികൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ള കോണ്ടന്റിൽ ഒന്നാണ് രേണുസുതി. ഈ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഏതൊരു വീഡിയോ വന്നു കഴിഞ്ഞാലും കമന്റ് ബോക്സിൽ പല ആൾക്കാരും അഭിപ്രായം രേഖപ്പെടുത്താറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നെഗറ്റീവ് കമന്റ്സ് തന്നെയായിരിക്കും. അവരെ ചീത്ത വിളിച്ചുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ കമന്റ്സ് വരിക. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവര് ഇന്റൻഷ്യലി, അതായത് അവർക്കൊരു റീച്ചിന് വേണ്ടിയിട്ട്, അവർക്ക് സാമ്പത്തികം കിട്ടാനായിട്ട്, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് അവർ പല കാര്യങ്ങളും മനഃപൂർവ്വം ചെയ്യാറുണ്ട്. ഈ സുധിച്ചേട്ടന്റെ പേരെടുത്ത് പറയുന്നതൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നും അവർക്ക് ജീവിക്കാൻ വേറെ നിർവാഹമൊന്നും ഇല്ലല്ലോ. കാരണം അവരിങ്ങനെ ഒരുപാട് ആൾക്കാർ അവരുടെ വസ്ത്രത്തെ പറ്റി, അവരുടെ ലുക്സിനെ പറ്റി, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ബോഡി ഷെയിം ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നും അതിന്റെ ആവശ്യമില്ല. കാരണം ഇന്ന് അവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ നാളെ അത് ചിലപ്പോൾ കാണണമെന്നില്ല. അതുകൊണ്ട് അവർ റീച്ച് ഉണ്ടാക്കി എടുത്തോട്ടെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ രേണു ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഡ്രാമ. ഇപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം, കഴിഞ്ഞ ദിവസം സുധിച്ചേട്ടന്റെ 2ാം ചരമവാർഷികമാണ്. ആ ഒരു ചരമവാർഷികത്തിന്റെ അന്ന് രേണു കാണിച്ചു കൂട്ടിയ കുറെ കോപ്രായങ്ങളുണ്ട്. അതായത് ഈ മരിച്ചുപോയ സുധിച്ചേട്ടൻ അക്ഷരാർത്ഥത്തിൽ വിറ്റ് ജീവിക്കുന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ആ മനുഷ്യനെ വെച്ച് റീച്ച് ഉണ്ടാക്കി കോപ്രായങ്ങൾ കാണിക്കുന്ന കുറെ അലവലാദികളെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റിയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ട് വിരക്കി കണ്ടന്റ് ആക്കി അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ സോഷ്യൽ മീഡിയ തുറന്നു വെച്ച് നമ്മളിത് കാണുമ്പോഴേക്കും നമുക്ക് അറിയാണ്ട് തോന്നിപ്പോവും ഉളുപ്പില്ല ഇമാതിരിയൊക്കെ ചെയ്യാനെന്ന്. കാരണം അങ്ങനെയാണ് രേണു കഴിഞ്ഞ ദിവസം ഈ 2ാം ചരമവാർഷികത്തിന്റെ അന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചത്. ഞാൻ ഏറ്റവും ആദ്യം രേണുസുതിയുടെ അല്ലാതെ വേറൊരു വീഡിയോ കാണിക്കാം, നിങ്ങളത് കണ്ടോണേ. പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മൾ നേരം സിരം സിരം ഭാരത്ത് ഒരു കിടന്ന ചോട്ടാ മുംബൈ നാളെ റിലീസാണല്ലോ എല്ലാരും തന്നെ ലാലട്ടന്റെ പടം ചോട്ടായി. ഓക്കെ, നിങ്ങൾ ഇത് കണ്ടു കാണും, ഈ റീല് കണ്ടു കാണും. ഈ അലൻ ജോസ് പെരേര സുധിച്ചേട്ടന്റെ ആ ഒരു ഓർമ്മ ദിവസം രേണുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. വന്നോട്ടെ, കാരണം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇമ്മാതിരി ചോട്ടാ മുംബൈയുടെ റിലീസിന്റെ പ്രൊമോഷൻ ഈ സുധിച്ചേട്ടന്റെ ചരമവാർഷികത്തിന് അന്ന് അവിടെ വീട്ടിൽ വന്നിട്ടാണ് അവിടെ ചെയ്യേണ്ടത്. ഇനി അലൻ ജോസ് പെരേരയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധം പൊക്കണമൊന്നുമില്ല. അവനിപ്പോ എവിടെ വന്ന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരുടെ മുമ്പിൽ എന്ത് പറയണമെന്നൊന്നും അവൻ അറിയില്ല. അവനൊരു വേട്ടാവളിയനാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അവൻ എന്തും പോവും, എവിടെ വെച്ച് വേണമെങ്കിലും എന്തും പോവും. ഇപ്പൊ പബ്ലിക്കിൽ വന്നിട്ട് ഒരു മരണ വീട്ടിൽ പോയിട്ട് 2 ഡാൻസ് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തരാന്ന് പറഞ്ഞാൽ അവനത് ചെയ്യും. അപ്പോൾ നമ്മൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവന്റെ രീതി അങ്ങനെയാണ്. അവനൊരു എത്തിക്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചെയ്യേണ്ട രീതികളൊന്നും, അവിടെ ഒരു മര്യാദയൊന്നും ആ ചെക്കന്റെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ടിട്ടില്ല. ആള് പാവമായിരിക്കാം, പക്ഷെ അവന്റെ രീതികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, രേണു തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ രേണുവിന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ രേണു ഇത് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. സുധിച്ചേട്ടന്റെ വീട്ടിൽ വന്നിട്ട് ഒരാൾ പേക്കൂത്ത് കാണുമ്പോഴത്തേക്കും, ഇത് വേറൊരു കാര്യമുണ്ടേ, ഈ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാത്തിനെയും വിളിച്ച് ആ വീട്ടിലേക്ക് വരുത്തിയത് അത് രേണു സുധി തന്നെയാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ വീഡിയോ പുറത്തിറങ്ങുകയും ചെയ്തു. അതായത് സുധിച്ചേട്ടന്റെ ഒരു ചരമവാർഷികമാണ്, അപ്പൊ നിങ്ങളെല്ലാം വീട്ടിലേക്ക് വരണേ എന്നൊക്കെ പറഞ്ഞിട്ട്, അയ്യോ വിളിക്കണ്ടായിരുന്നു, അപ്പം തീർന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ രേണു തന്നെയാണ് എല്ലാവരും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഒരു മരണത്തിന്റെ ചടങ്ങിന് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊരു പാല് കാച്ചൽ ചടങ്ങോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെങ്കിലും 28 കെട്ടോ ഒന്നും അല്ലല്ലോ, ഒരു മരണത്തിന്റെ ചടങ്ങല്ലേ. അതിനിടയ്ക്ക് വന്നിട്ട് ഒരുത്തം വന്ന് ഡാൻസ് കളിക്കുന്നു. അത് ചോട്ട മുമ്പിടെ റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഓക്കെ പുറത്തു പോയിട്ട് കളിക്കടേ, നീ രേണുവും കൂടെ ഈ സെയിം വീഡിയോ പുറത്ത് ഏതെങ്കിലും തിയേറ്ററിൽ വെച്ചിട്ടാണ് കളിക്കുന്നതെങ്കിൽ ഫൈൻ, കുഴപ്പമില്ല, നിങ്ങളുടെ പാടായി. ഇതാ വീട്ടിൽ വന്ന് ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ വിളിച്ചു കൂട്ടി 2ാം ചരമവാർഷികം എന്ന് പറഞ്ഞിട്ട് ഇമ്മാതിരി പേക്കൂത്ത്. അതിന്റെ തൊട്ടപ്പുറത്ത് ബാക്കിൽ രേണു നിൽക്കുന്നുണ്ട്. ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മൾ നേരം കണ്ടല്ലോ, രേണു അപ്പുറത്ത് നിന്ന് കൈകൊട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, രേണു എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നേ? നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ട് ഇമാതിരി ഡ്രാമ പരിപാടി, അല്ലെങ്കിൽ ആ മരിച്ചുപോയ ആ മനുഷ്യനെ കൂടെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഞാൻ ഇതിനു മുമ്പ് രേണുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്, സുധിച്ചേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് 1-2 തവണയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് രേണുവിനോട് പലപ്പോഴും സഹതാപം തോന്നിയിട്ടുമുണ്ട്. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ എനിക്ക് പല ആംഗിളിൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ മിണ്ടാതിരിക്കും? ഇതൊരു തരം താഴ്ന്ന വൃത്തികെട്ട പരിപാടിയല്ല കാണിക്കുന്നത്. ഈ അലൻ ജോസ് പെരേര അവിടെ വന്നിട്ട്, അതായത് ഈ സുധിച്ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടൊരു ഡ്രാമ, അവൻ എല്ലായിടത്തും ഈ സെയിം ഡ്രാമ ഇറക്കാറുണ്ട്. കുറച്ചാൾ മുന്നേ 6 ആട്ടെണ്ണം ജയിലിൽ കിടന്ന സമയത്ത് പുറത്തു നിന്ന് ഈ സെയിം ഡ്രാമ
കരച്ചിലില്ലാതെ തന്നെ കണ്ണുനീര് വരുത്തുക, അവന്റെ അപ്പനെ കാണണമെന്ന് പറഞ്ഞ് കണ്ണുനീര് വരുത്തുക, ഇതൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ് അവൻ. അപ്പോൾ ഇങ്ങനെ ഡ്രാമയാക്കി മാറ്റരുത്. സ്വന്തം ഭർത്താവല്ലേ, ആ ഭർത്താവിന്റെ മരണ ദിവസം ഇതേപോലൊരു കോമാളിത്തരമാണ് കാണിച്ചു കൂട്ടേണ്ടത്. ഇനി നമ്മുടെ രേണു പ്ലാൻ ചെയ്തു വന്ന കുറേ പരിപാടീസ്, അതിൽ ഓരോന്നായിട്ട്, അതായത് ഇങ്ങനെ 1 2 3 അക്ക വിട്ട് രേണു ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് ചെയ്തതുപോലെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം രേണു വീട്ടിലേക്ക് വരുന്നൊരു എൻട്രി ഉണ്ട്. അതും രേണു പറഞ്ഞു വെച്ച, രേണു ക്ഷണിച്ച സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് വന്ന് കവർ ചെയ്തിട്ടുണ്ട്. കാരണം അവർ കവർ ചെയ്യും, കാരണം രേണുവിന് ഒരു കുഴപ്പമില്ല. രേണു എന്തായാലും ഈ 2ാം ചരമവാർഷികം അതിനെ വിറ്റ് റീച്ച് ഉണ്ടാക്കാൻ നോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ വീട്ടിൽ വന്ന് വീഡിയോ എടുക്കും, കാരണം അവർക്ക് ഇടുന്ന റീച്ച് ആകണം, അവർക്ക് വ്യൂസ് കിട്ടൂല. അപ്പൊ അവരെന്തായാലും വീട്ടിൽ വരും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ക്ഷണിച്ച രേണുവിന് പറഞ്ഞാൽ മതി. അപ്പൊ രേണുവിന്റെ ഡ്രാമ എനിക്ക് ഫീൽ ചെയ്തത് ഏറ്റവും ആദ്യം ഒരു ഓട്ടോയിൽ വന്ന് ഇങ്ങനെ സഹതാപം അടിച്ച് വീട്ടിലേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. ഞാൻ എന്റെ വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, കണ്ടോ, രേണു കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വീട്ടിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, വീട്ടിൽ വന്ന് ഇറങ്ങുന്നു മാത്രമല്ല, ഇതിനു മുന്നേ വേറൊരു ക്ലിപ്പ് ഉണ്ട്. ഈ വീട്ടിലേക്ക്, സുധിച്ചേട്ടൻ്റെ ഈ വീട്ടിലേക്ക്, ചടങ്ങ് നടക്കുന്ന ഈ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ രേണു വെളുപ്പാങ്കാലത്ത് എണീറ്റ്, അപ്പൊ വെളുപ്പാങ്കാലത്ത് രേണു എണീക്കുന്ന സമയത്ത് തന്നെ രേണുവിന്റെ വീട്ടിലേക്ക് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ഉറക്കപ്പിച്ച് കിടക്കുന്ന രേണുവിനെ കാത്ത് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. രേണു അത് അറിയാത്ത പോലെ ഡ്രാമാറ്റിക് ആയിട്ട് വന്നിരുന്നിട്ട് ഒരു നാടകം. എനിക്ക് തോന്നിയിട്ടുള്ള രേണുവിന് അത്ര അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളല്ല. ആ രേണു അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ രേണുവിന്റെ കയ്യിൽ നിന്ന് ഈ സാധനം പോയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോടെ പ്ലേ ചെയ്യുന്നിട്ട് പറയാം. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് സുചേട്ടൻ്റെ 2ാം വർഷം ആണ്ടാണ്. ഓക്കെ. രേണു പറയാണ് സുധിച്ചേട്ടന്റെ 2ാം വർഷം ആണ്ടാണ്. ഭയങ്കര സെന്റിമെന്റലാ. രാവിലെ എണീറ്റേ ഉള്ളൂ. രാവിലെ എണീക്കുമ്പോൾ തന്നെ വീടും പറമ്പൊക്കെ തുറന്നു കൊടുത്തേക്ക് ചെയ്ത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ വന്ന് വീഡിയോ എടുത്തിട്ടാ. കാരണം അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സുധിച്ചേട്ടന്റെ മരണ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ രേണുവിന്റെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഈ ഡയലോഗ്സ് അത് കൃത്യമായിട്ട് അവർ ക്യാപ്ചർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. രേണുവിനാണെങ്കിൽ തീരെ വയ്യ. ഈ തീരെ വയ്യാത്ത സെന്റിമെന്റൽ ആയിട്ട് നിൽക്കുന്ന സുധിച്ചേട്ടനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ കരച്ചിൽ വരുന്ന ഈ രേണു ആണ് കുറച്ചു നേരത്തെ അലൻ ജോസ് പെരേര അവിടെ കിടന്ന് കോമാളിത്തരം കാണിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചു കൊടുത്തത്. അപ്പൊ രേണുവിന് ഞങ്ങൾ എന്താ വിളിക്കണ്ടേ? അപ്പൊ രേണു സ്ഥിരമായിട്ട് പറയുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതായത് ഭർത്താവ് മരിച്ച സ്ത്രീ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണോ? നിങ്ങൾ എന്തിനെ പറ്റി അങ്ങനെയാണോ കരുതുന്നേ? കരഞ്ഞോണ്ടിരിക്കണമെന്നോ പിടിഞ്ഞോണ്ടിരിക്കണമെന്നോ സങ്കടപ്പെട്ടിരിക്കണമെന്നോ ഭർത്താവ് മരിച്ച സ്ത്രീ വീഡിയോ ചെയ്യുന്നതൊന്നും പറയുന്നില്ല. പക്ഷേ ഉളുപ്പ് വേണം. ആ ഉളുപ്പ് ഞാൻ ഇവിടെ കാണുന്നേയില്ല. ഓക്കെ, കാരണം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, ഒരു ചരമ വാർഷിക ദിനമാണ്, മരിച്ച ദിവസമാണ്. അമ്മാതിരി പേക്കൂത്താണ് നിങ്ങളിവിടെ കാണിച്ചു കൂട്ടിയത്. കുറെ ആൾക്കാർ, അതായത് കോമാളിത്തരം കാണിക്കുന്ന കുറെ ആൾക്കാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അത് കവർ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കവർ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഇത് മൊത്തം പബ്ലിക്കിന്റെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് തന്നിട്ട് ഇനി രേണുവിനെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രേണുവിന്റെ ഭാഗത്തൊരു ന്യായം ഇല്ലാണ്ടായി പോകും. ഇനി ഇതെല്ലാം കഴിഞ്ഞു, രേണുവിന്റെ കോപ്രായങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഞാൻ വേറൊരു സംഭവം ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. സുധിച്ചേട്ടന്റെ മൂത്ത മകൻ, ഓക്കെ, അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അച്ഛൻ മരിച്ചാൽ അച്ഛന്റെ ഓർമ്മ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് കുറെ സങ്കടങ്ങളൊക്കെ വരും. എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ കരയാൻ പറ്റണമെന്നില്ല, പക്ഷെ ആ ഓർമ്മ ദിവസം നമ്മുടെ മനസ്സിലേക്ക് കുറച്ചെങ്കിലും സങ്കടം വരും. ആ സങ്കടം അവന്റെ മുഖത്തിന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രേണു കാണിച്ച ഡ്രാമയല്ല ഞാനിവിടെ കണ്ടത്, ഒറിജിനൽ ആയിട്ടുള്ള അവന്റെ ആ പയ്യന്റെ ഒരു സങ്കടം ഞാനവിടെ കണ്ടു. പക്ഷേ രേണു എന്താ ചെയ്യുന്നേ? രേണു രാവിലെ തന്നെ എണീറ്റ് മീഡിയാസിന് വീടും വാതിലൊക്കെ തുറന്നു കൊടുത്തിട്ട് എന്റെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സാധനം ആദ്യം നിങ്ങൾ വെച്ച് കാച്ചിക്കോ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു ഫൂട്ടേജ് പോയി. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു സംഭവം. ഇതെല്ലാം അല്ലാണ്ട് രേണുവിന് അറിയാം നന്നായിട്ട് റീച്ച് കിട്ടുന്ന മറ്റൊരു പരിപാടിയാണ് സുധിച്ചേട്ടന്റെ പേരിലുള്ള പെർഫ്യൂം. അതും രേണു കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോസ് എടുക്കുന്ന ആൾക്കാരുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നുണ്ട്. അതുകൂടെ പ്ലേ ചെയ്യാം. ഇതാണല്ലേ ആ പെർഫ്യൂം? അത് വലിയ ഗിഫ്റ്റാണ് കേട്ടോ എനിക്കത്. കാരണം ഈ അവഹേളിക്കുന്ന പോലെ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമല്ല അതിനകത്ത്. ഇതിപ്പം മറ്റുള്ളവർ ആരും ഇത് ഇവിടെ എടുക്കത്തൊന്നുമില്ല. എനിക്ക് സുചേട്ടന്റെ സ്മെല്ല് തോന്നുന്നു അല്ലെങ്കിൽ മണക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം ജസ്റ്റ് നമുക്ക് അത് അടിക്കാനൊന്നും പറ്റത്തില്ല. അടിക്കാവുന്ന സാധനമല്ല. അതൊക്കെ ലക്ഷ്മി എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. അവളുടെ അടുത്ത് എന്നും ചിമ്മിൻ്റെ അടുത്ത് എന്നും അതിന് നന്ദിയുള്ളത് തന്നെ ആയിരിക്കുന്നു.
ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. കാരണം ആ പെർഫ്യൂം ലക്ഷ്മി നക്ഷത്രം എന്ന പേരൊക്കെ വരുമ്പോഴത്തേക്കും, കാരണം അടുത്ത ഇന്റർവ്യൂ ഇതൊക്കെ ടോപ്പിക്കാവും അല്ലേ? രേണുവിന്റെ എന്തായാലും അടുത്ത ഇന്റർവ്യൂ ഉടനെ തന്നെ ഉണ്ടാവും. മേ ബി രേണു ഒരു TV ഷോയിലേക്ക് ഉണ്ടാകാനുള്ള ചാൻസും ഹൈ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രേണു ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നുള്ളത് രേണുവിന്റെ കൂടെ ആവശ്യമാണ്. അതൊക്കെ ഓക്കെ, നിങ്ങൾ നിറഞ്ഞു നിന്നോ, നിങ്ങൾ ചെയ്തോ, ജോലിയൊക്കെ ചെയ്തോ, ഷൂട്ട്സ് ഒക്കെ ചെയ്യുക, അഭിനയിക്കുക, അതെല്ലാം ഒക്കെ ഫൈൻ. പക്ഷേ ഈ പേക്കൂത്തൊക്കെ ഇങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ പെർഫ്യൂം അത് ഈ പറയപ്പെടുന്ന രേണു അത് കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടേണ്ട ഐറ്റം ആണെന്ന് അറിയാം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ആ സാധനം കറക്റ്റായിട്ട് എടുത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. രേണു ഇപ്പം ഞാൻ ഈ പ്ലേ ചെയ്യുന്ന വീഡിയോയുടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സുധിച്ചേട്ടൻ്റെ ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇളയ മകനൊക്കെ ഉണ്ട്. അവനൊന്നും ഒരു പ്രായം പോലും ആയിട്ടില്ല. അവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത് പോലും ആ കൊച്ചിന് അറിയില്ല. ആ പയ്യൻ നോക്കുന്ന സമയത്ത് കുറച്ച് ബന്ധുക്കളുണ്ട്, അമ്മയുണ്ട്. സുധിച്ചേട്ടൻ്റെ മരണ ദിവസമാണോന്ന് ആ കുഞ്ഞിന് ഓർമ്മ പോലും ഇല്ല. പക്ഷെ നോക്കുമ്പോൾ എന്താ, ക്യാമറയായിട്ട് അപ്പുറത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പൊ അവന് കാര്യം മനസ്സിലായിട്ടില്ല. അവന്റെ പോലും, ആ കുഞ്ഞിന്റെ പോലും ഫേസ് വരുന്നുണ്ട്. അപ്പോൾ രേണു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുക, പിള്ളേരെ പോലും എറിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രേണു ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാണ്ട് രേണുവിന് ഇതൊന്നും, ഞാൻ പറഞ്ഞല്ലോ, രേണു ഇതൊക്കെ കൃത്യമായിട്ട് രേണുവിന് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് രേണു ഒട്ടും പൊട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരാളൊന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ തന്നെ എറിഞ്ഞിട്ട് കൊടുക്കുക, നിങ്ങളുടെ കുട്ടികളെ തന്നെ എറിഞ്ഞിട്ട് കൊടുക്കുക. ഈ പരിപാടി നിർത്ത്. നിങ്ങൾ വീഡിയോ ചെയ്യ്, നിങ്ങൾ പുറത്തു പോയി വീഡിയോ ചെയ്യുക. അലൻ ജോസ് പെരേര ആയിട്ട് വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അതുവഴി കിട്ടുന്ന റീച്ച് യൂസ് ചെയ്യും. റോഡിന് നടുക്കറി ഡാൻസ് കളിക്കുക, അതൊക്കെ ഓക്കെ, ഫൈൻ, കുഴപ്പമൊന്നുമില്ല. നമുക്കാർക്കും ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ പാടായി നിങ്ങൾ റീച്ചിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതെന്താ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീ ഒരിക്കലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി മറ്റേ വെള്ള സാരി കൊടുത്ത് വിധവയെ പോലെ ജീവിക്കണമെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി രേണു സുധി ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് കളിയാക്കാനായിട്ട് മാത്രം നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് അതിനോട് സപ്പോർട്ടൊന്നുമില്ല. പക്ഷെ ഇത് ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ലല്ലോ. ഇത് രേണു കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത്, രേണു എക്സിക്യൂട്ട് ചെയ്ത്, രേണുവിന്റെ റീച്ചിന് വേണ്ടിയിട്ട് ആ ഒരു ദിവസത്തെ യൂസ് ചെയ്യുകയാണ്. ഇവിടെയും കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. രേണുവിന്റെ കൂടെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നൊരു പയ്യനുണ്ടല്ലോ, അവന്റെ ഫാമിലി ചടങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഫാമിലിയെ വിളിച്ചിട്ട് അവരിടക്ക് അവരുടെ ഒരു കോംബോയില് ഈ ഭക്ഷണം വാരി കൊടുക്കുന്ന കുറച്ച് പരിപാടീസ് ഉണ്ട്. അതും രേണുവിന് കൃത്യമായിട്ട് ഇന്റർവ്യൂവിൽ ചോദ്യം വരുന്നൊരു ഒരു സംഭവമാണത്. അല്ലെങ്കിൽ ആ കാര്യമാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാകുന്ന, റീച്ച് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. ആ ദിവസം തന്നെ, സുധിച്ചേട്ടന്റെ മരണ ദിവസം തന്നെ ആ വിഷയത്തെ പറ്റി ഇവര് മറ്റേ ബൈറ്റ് കൊടുക്കുക, വീഡിയോ കൊടുക്കുക. ഞാനത് പ്ലേ ചെയ്യാം. ഒരു വാരി കൊടുത്തു കൊണ്ടാണ് എൻ്റെ മൈൻഡിൽ. ഞാനൊരു പെങ്ങൾക്ക് വാരി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മൈൻഡാണ്. അല്ലെങ്കിൽ എനിക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് വാരി കൊടുക്കും, അത്രയും ഞാനും കരുതിയിട്ടുള്ളൂ. പക്ഷെ കാണുന്ന ആൾക്കാരുടെ കണ്ണിലെ മഞ്ഞപ്പ് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അത് അത്രേ ഉള്ളൂ. കാരണം എനിക്ക് വൈഫിനെ എന്നെ അറിയാം, എനിക്ക് വൈഫിനെ അറിയാം. അപ്പോൾ സോ ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്. പിന്നെ പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കണ്ടോ, ഈ ദിവസം ഇത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എത്ര അവസരങ്ങൾ വേറെയുണ്ട്. കാരണം ഈ ചടങ്ങിനിടയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. ഈ പയ്യൻ വാരി കൊടുക്കുന്നുണ്ട്. പയ്യൻ മേ ബി എന്നെക്കാൾ പ്രായം ഉണ്ടാവും. അവൻ വാരി കൊടുക്കുന്നുണ്ട്. രേണു സുധി അങ്ങോട്ട് വാരി കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവന്റെ വൈഫ് വാരി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് അറിയാം, ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഫൂട്ടേജ് ജനങ്ങൾക്കിടയിൽ എത്തും. മാറി നിന്ന് ഇങ്ങനെ ഒരു ബൈറ്റ് പറയുമ്പോഴത്തേക്കും ഇത് സെപ്പറേറ്റ് ജനങ്ങൾക്കിടയിൽ എത്തും. ഇതും റീച്ചാണ്. അടുത്ത ഇവരുടെ ഇന്റർവ്യൂ, അടുത്ത ഓൺലൈൻ മീഡിയാസ് ഇവരെ കാണുന്ന സമയത്ത് ഇതിനെപ്പറ്റി ചോദിക്കും. ഇതിവർക്ക് അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പരിപാടി റീച്ചിന് വേണ്ടിയിട്ട് ആ ഡേ, സുധിച്ചേട്ടന്റെ മരണ ദിവസത്തെ രേണു കൃത്യമായിട്ട് യൂസ് ചെയ്തു. അത്ര പറയാനായിട്ടുള്ളൂ. രേണു എത്ര ന്യായീകരണം ഇനി നാളെ വന്ന് പുലമ്പിയാലും ശരി, വിളിച്ചു പറഞ്ഞാലും ശരി, ഈ ചെയ്ത പ്രവൃത്തിയോട് ഒരിക്കലും ഒരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു ശരി, ഒരു തരി പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. രേണു പബ്ലിക്കലിയാണ് ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാർ പബ്ലിക്കിൽ തന്നെ രേണുവിനടുത്ത് ഈ കാര്യം സംസാരിച്ചെന്നിരിക്കും. ഇത് വേണ്ടായിരുന്നു, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനിയെങ്കിലും ഇമാതിരി പേക്കൂത്തുകൾ കാണിക്കാതിരിക്കുക. കാരണം സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് എപ്പോഴും കണ്ണുനീരൊഴുക്കുമ്പോൾ ഇങ്ങനെയുള്ള പേക്കൂത്ത് ചെയ്തിട്ട് അപ്പുറത്തെ മാരുടെ കണ്ണുനീരൊഴുക്കി കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടായിപ്പോവും. വീണ്ടും നിങ്ങൾക്കെതിരെ തന്നെ വിരൽ ചൂണ്ടും, നിങ്ങൾക്കെതിരെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്യും. ദയവ് ചെയ്ത് ഈ പരിപാടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.